ഇതാ മേരിയുടെ പുതപ്പല്ലേ? അല്ലേ? ആ, അത് തന്നെ എനിക്കും അറിയേണ്ടത്. അവളുടെ ഒരു പുതപ്പ്. ആ, ഇതാ പരമന്റെ ഭാര്യയല്ലേ? ഓളെവിടെയപ്പോ രാവിലെ തന്നെ തുണി തൂക്കി പിടിച്ചോണ്ട് പോണ്. ഓ അതല്ല, നല്ല പരിചയ തുണിയാണ്. അതെ ചേട്ടാ. ചേട്ടാ എന്താ പ്രശ്നം? ആർക്കറിയാം? അറിയില്ലേ? പിന്നെ അങ്ങോട്ടേ വെച്ച് പിടിക്കുന്നു. ചേട്ടാ പറമ്പന്റെ ഓള് നേരെ കള്ളുപേരുടെ വീട്ടിലേക്കാ. ഇന്ന് ഓന്റെ കാര്യം കണക്കാ. അടുത്ത പണി വരുന്നുണ്ട്. ആശാരേ, നിങ്ങൾ ഓളതാ മറ്റേ കള്ളുമേരിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാ? ആ, എന്താന്നറിയില്ല, കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട്, കൂടെ കുറെ ആൾക്കാരും. എന്നാ പിന്നെ നേരത്തെ പറയല്ലടാ. ഇയാളുടെ ഒരു തോക്കും ഒടുക്കത്തെ വെടിവെപ്പും കിടന്നോടാ ഞാൻ. ആശാരോട് മാറിക്കടാ. മേരി ഉണ്ട്. മേരി കുളി കഴിഞ്ഞ് തുണി മാറി. ആശാരേ, ഇതാണല്ലേ ഷോർട്ട് കട്ട്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ല, ഇത് എന്റെ പുതപ്പല്ലേ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? രാവിലെ തുണി കഴിയപ്പോ ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ? അത് തന്നെ എനിക്ക് അറിയേണ്ടത്. നിന്റെ ഈ പുതപ്പ് എങ്ങനെ എന്റെ വീട്ടിലെത്തിയത്? എന്താ പ്രശ്നം? ഓ, വന്നോ? രാവിലെ തന്നെ ഈ തോക്കും പൊക്കി പിടിച്ച് ആര് വെടിവെക്കാൻ വന്ന മനുഷ്യ? എടി, ഞാൻ കൊക്കിനെ വെടിവെക്കാൻ. നിങ്ങളുടെ ഒരു സത്യം പറ മനുഷ്യ, ഇവളെ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മളെ വീട്ടിൽ വന്നത്? നീ ഇതിനാണോ രാവിലെ ഇത് പൊക്കി പിടിച്ചോണ്ടിങ്ങോട്ട് വന്നത്? നിന്റെ ഒരു കാര്യം. കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞോ. നിങ്ങൾ അറിയാതെ അത് അവിടെ വരില്ല. എടി, ഞാനത് ഇന്നലെ പന്നീനെ വെടിവെക്കാൻ വേണ്ടി പോയില്ലേ രാത്രി? പന്നീനെയാണോ അതോ എന്നിട്ട് വെടി വെച്ചു, പക്ഷെ കൊണ്ടില്ല. എന്നിട്ടെന്താ? വെടി കൊണ്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് പന്നീന്റെ മുഖമൊക്കെ അങ്ങ് ചോന്ന് തൊടുത്തിരിക്കുക, ദേഷ്യം പിടിച്ചിട്ടേ. പിന്നെ ഒരു 1.5 മണിക്കൂർ ഞാനും മേരിയും തമ്മിൽ, അല്ലല്ല ഞാനും പന്നിയും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നില്ലേ. പിന്നെ ദേഷ്യം പിടിച്ചപ്പോൾ എനിക്ക് എന്റെ സ്വഭാവം അറിയില്ലോ. ഒന്നും നോക്കില്ല, താലങ്ങ വല്ലതും കാണിച്ചാൽ കൊന്നില്ലേ. അതിനല്ലേ നമ്മൾ ഇന്ന് രാവിലെ കറി വെച്ച് കൂട്ടി തന്റെ പൊന്നേ. അതൊക്കെ ശരി, പക്ഷെ ഈ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എന്താ നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റ് പറ്റത്തില്ലേ? എടി, ഞാൻ പറഞ്ഞില്ലേ, പന്നിമേ മലപ്പിടുത്തം പിടിച്ചപ്പോ മേരിയാ മുണ്ടാന്നത്. അതിലാകെ ചളിയായിരുന്നില്ലേ. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ ഇവളുടെ വീട്ടിൽ തന്നെ വന്ന് കയറിയത്? എടി, അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ പന്നീരോട്? മേരിയുടെ ഇവിടെ അവിടെയുണ്ട്, അതിലോടണ്ട, നമ്മുടെ വഴി ഓടിയാ മതിയെന്ന്. അപ്പോ ആ രാത്രിക്ക് നിങ്ങൾ തുണിയില്ലാട്ടോ മനുഷ്യ ആ വീട്ടിൽ ചെന്ന് കേറിയത്? അതാണല്ലോ പതിവ്. എന്റെ കർത്താവേ. എടി, അത് പിന്നെ എന്നാ പിന്നെ ഈ ബെഡ്ഷീറ്റിന് പകരം നിങ്ങൾക്കൊരു മുണ്ട് വാങ്ങി കൊടുത്തൂടായിരുന്നോ? അത് മുണ്ടാന്ന് ഞാൻ ഉടുത്തത്. അല്ല, രാത്രി ആയതുകൊണ്ട് മനസ്സിലായില്ല മുണ്ടാന്നോ ബെഡ്ഷീറ്റാണോ എന്ന്. അല്ലേ മേരി? നിങ്ങളുടെ മുണ്ട് ഞാനിവിടെ കഴുകിയിട്ടിട്ടുണ്ട്, വേണേ എടുത്തിട്ട് പോ. ഓഹോ. പോട്ടെ മേരി. എന്താടാ പോയി? എന്നെ ഇതുപോലെ വെടിവെക്കാൻ പഠിപ്പിക്കാമോ? ഞാൻ വെടിവെച്ചതിന് ക്ഷീണം തീർത്തില്ല, അപ്പോഴാ അവന്റെ വെടി.